അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽ ഷിഫ അറബിക് ഗ്രാമർ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നത്തെ ക്ലാസ്സിൽ നാം ചർച്ച ചെയ്യുന്നത് സ്വഹീഹായ ഫഇലുകളെക്കുറിച്ചും മുഅത്തലായ ഫഇലുകളെക്കുറിച്ചുമാണ്. ക്ലാസ്സിലേക്ക് കടക്കാം. തഖ്സീമുൽ ഫഇലി ഇലാ സ്വഹീഹി വ മുഅത്തലി. ഡിവൈഡ് ദ വെർബ് ഇൻടു സൗണ്ട് ആൻഡ് വീക്ക്. ഇല്ലത്തിൻ്റെ അക്ഷരങ്ങൾ പരിഗണിച്ച് ഫഇലിനെ രണ്ടായി തരംതിരിച്ചിരിക്കുന്നു. അവ ഏതൊക്കെയെന്ന് നോക്കാം. അൽ ഫഇൽ സ്വഹീഹ്. ഫഇൽ സ്വഹീഹിലെ 3 ഇനമുണ്ട്. ഒന്ന് അൽ ഫഇൽ മഹ്മൂസ്, അൽ ഫഇൽ മുളാഫ്, അൽ ഫഇൽ സാലിം. അടുത്തത് അൽ ഫഇൽ മുഅത്തൽ. രണ്ടാമത്തെ ഇനമാണ് ഫഇൽ മുഅത്തൽ. മുഅത്തലിനെയും 5 ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. മിസാല് അജ്വഫ്, നാഖിസ്, ലഫീഫ്, മഫ്റൂഖ്, ലഫീഫ്, മക്റൂൻ. അതിൽ അൽ ഫഇൽ സ്വഹീഹ്. ഫിഇൽ സ്വഹീഹ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം. ഇല്ലത്തിൻ്റെ അക്ഷരമായ അലിഫ്, വാവ്, യാ എന്നിവ പ്രവേശിക്കാത്ത ഫഇലുകൾക്കാണ് അൽ ഫഇൽ സ്വഹീഹ് അഥവാ സ്വഹീഹായ ഫഇൽ എന്ന് പറയുന്നത്. സ്വഹീഹായ ഫഇലിനെ 3 ആയി തരംതിരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ 3 ഏതൊക്കെയെന്ന് നോക്കാം. അൽ ഫഇൽ സാലിം, ശുദ്ധമായ ക്രിയ. ഫഇൽ സാലിമിന് ഉദാഹരണം നോക്കാം. കതബ, അവൻ എഴുതി. ജലസ, അവൻ ഇരുന്നു. ദറസ, അവൻ പഠിച്ചു. ഇതിൽ അലിഫോ വാവോ യാവോ പ്രവേശിച്ചിട്ടില്ല. ഇതിന് അൽ ഫഇൽ സാലിം എന്ന് പറയുന്നു. അടുത്തത് അൽ ഫഇൽ മഹ്മൂസ്, ഹംസത്തുള്ള ക്രിയ. അക്കല, അവൻ തിന്നു. സഅല, അവൻ ചോദിച്ചു. ഖറഅ, അവൻ വായിച്ചു. ഇതിലെല്ലാം ഹംസ പ്രവേശിച്ചിട്ടുണ്ട്. അക്കലയിൽ ഫസ്റ്റ് ഹംസയാണ്. സഅല രണ്ടാമത്തെ അക്ഷരം ഹംസയാണ്. ഖറഅ മൂന്നാമത്തെ അക്ഷരം ഹംസയാണ്. ഹംസ പ്രവേശിച്ച ഫഇലുകൾക്ക് അൽ ഫഇൽ മഹ്മൂസ് എന്ന് പറയുന്നു. അടുത്ത ഫഇൽ അൽ ഫഇൽ മുളാഫ്, ഇരട്ടിപ്പുള്ള ക്രിയ. മദ്ദ, അവൻ നീട്ടി. ഷദ്ദ, അവൻ വലിച്ചു. ഫറ, അവൻ ഓടി. ഇവയിലെല്ലാം രണ്ടാമത്തെ അക്ഷരം ഷദ് ചെയ്ത് ഉച്ചരിച്ചിട്ടുണ്ട്. മദ്ദ രണ്ടാമത്തെ അക്ഷരം ഷദ് ചെയ്ത് ഉച്ചരിച്ചിട്ടുണ്ട്. ഷദ്ദ രണ്ടാമത്തെ അക്ഷരമായ ദാൽ ഷദ് ചെയ്ത് ഉച്ചരിച്ചിട്ടുണ്ട്. ഫറ രണ്ടാമത്തെ അക്ഷരമായ റാ ഷദ് ചെയ്ത് ഉച്ചരിച്ചിട്ടുണ്ട്. ഇങ്ങനെ രണ്ടാമത്തെ അക്ഷരം ഷദ് ചെയ്ത് ഉച്ചരിക്കുന്ന ഫഇലുകൾക്കാണ് അൽ ഫഇൽ മുളാഫ് എന്ന് പറയുന്നത്. അടുത്ത ഇനമാണ് അൽ ഫഇൽ മുഅത്തൽ. ഇല്ലത്തിൻ്റെ അക്ഷരമായ അലിഫ്, വാവ്, യാ പ്രവേശിക്കുന്ന ഫഇലുകൾക്കാണ് മുഅത്തലായ ഫഇലുകൾ എന്ന് പറയുന്നത്. അതിൽ മുഅത്തലായ ഫഇലുകൾക്ക് 5 ഇനങ്ങളുണ്ട്. ആദ്യത്തെ ഇനമായ അജ്വഫ് നോക്കാം. മധ്യത്തിൽ ദുർബലം. ഉദാഹരണത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാം. ഖാല, അവൻ പറഞ്ഞു. നാമ, അവൻ ഉറങ്ങി. ബാഗ, അവൻ വിറ്റു. ഇതിലെല്ലാം രണ്ടാമത്തെ അക്ഷരം വരുന്നത് ഇല്ലത്തിൻ്റേതാണ്. ഖാഫ് കഴിഞ്ഞ് വരുന്ന അക്ഷരം ഇല്ലത്തിൻ്റേതാണ്. നാമയിൽ നൂന് കഴിഞ്ഞ് വരുന്ന അക്ഷരം ഇല്ലത്തിൻ്റേതാണ്. ബാഗയിൽ ബാ കഴിഞ്ഞ് വരുന്ന അക്ഷരം ഇല്ലത്തിൻ്റേതാണ്. ഇങ്ങനെ രണ്ടാമത്തെ അക്ഷരം ഇല്ലത്തിൻ്റെ അക്ഷരമായി വരുന്ന ഫഇലുകൾക്ക് അജ്വഫ് എന്ന് പറയുന്നു. ഇനി നാഖിസ് എന്താണെന്ന് നോക്കാം. അവസാനത്തെ അക്ഷരം ഇല്ലത്തിൻ്റെ അക്ഷരങ്ങൾ വരുന്ന ഫഇലുകൾക്ക് നാഖിസ് എന്ന് പറയുന്നു. ദഅ, അവസാനത്തെ അക്ഷരം ഇല്ലത്തിൻ്റേതാണ്. റമ, അവൻ എറിഞ്ഞു. ഇതിൽ അവസാനത്തെ അക്ഷരം ഇല്ലത്തിൻ്റേതാണ്. ബക്ക,
അവൻ കരഞ്ഞു. ഇതിൽ അവസാനത്തെ അഥവാ മൂന്നാമത്തെ അക്ഷരം ഇല്ലത്തിൻ്റെതാണ്. ഇങ്ങനെ അവസാനത്തെ അക്ഷരം ഇല്ലത്തിൻ്റെ അക്ഷരങ്ങൾ വരുന്ന ഫേലുകൾക്ക് നാഖിസ് എന്ന് പറയും. അടുത്തത് ലഫീഫ് മഫ്റൂഖ്, വേർപെട്ട ദുർബലം. ഫേലിൻ്റെ ആദ്യ അക്ഷരവും അവസാനത്തെ അഥവാ മൂന്നാമത്തെ അക്ഷരവും ഇല്ലത്തിൻ്റെ അക്ഷരങ്ങൾ പ്രവേശിച്ചത്. ഉദാഹരണം: വഖ, അവൻ കാത്തു. വഅ, അവൻ മനസ്സിലാക്കി. ഈ രണ്ട് ഫേലുകളിലും ആദ്യത്തെ അക്ഷരവും അവസാനത്തെ അക്ഷരവും ഇല്ലത്തിൻ്റെ അക്ഷരമാണ്. ഇങ്ങനെ ആദ്യത്തെയും അഥവാ മൂന്നാമത്തെയും അക്ഷരങ്ങൾ ഇല്ലത്തിൻ്റെ അക്ഷരങ്ങൾ പ്രവേശിക്കുന്ന ഫേലുകൾക്ക് ലഫീഫ് മഫ്റൂഖ് എന്ന് പറയുന്നു. ലഫീഫ് മഖ്റൂന്, ചേർന്ന് ദുർബലം. തവാം, അവൻ മടക്കി. കവ, അവൻ ഇസ്തിരിയിട്ടു. ഈ പറഞ്ഞ ഫേലുകളിൽ രണ്ടാമത്തെയും മൂന്നാമത്തെയും അക്ഷരം ഇല്ലത്തിൻ്റേതാണ്. ഇങ്ങനെ രണ്ടാമത്തെയും മൂന്നാമത്തെയും അക്ഷരം ഇല്ലത്തിൻ്റെ അക്ഷരങ്ങൾ വരുന്ന ഫേലുകൾക്ക് ലഫീഫ് മഖ്റൂൻ എന്ന് പറയുന്നു. ഇതിൽ അഞ്ചാമത്തെ ഇനം നോക്കാം, മിസാല്. മിസാലിന് ഉദാഹരണങ്ങൾ നോക്കാം. വലഅ, വലഅ എന്ന ഫേലിൽ ആദ്യത്തെ അക്ഷരം വരുന്നത് ഇല്ലത്തിൻ്റേതാണ്. ഇങ്ങനെ ആദ്യത്തെ അക്ഷരം ഇല്ലത്തിൻ്റെ അക്ഷരമാകുന്ന ഫേലുകൾക്ക് മിസാലി എന്ന് പറയുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ നാം ചർച്ച ചെയ്തത് ഇല്ലത്തിൻ്റെ അക്ഷരങ്ങൾ പരിഗണിച്ച് ഫേലിനെ രണ്ടായി തരംതിരിച്ചിട്ടുണ്ട്. ഒന്ന് അൽ ഫേലുൽ മുഅത്തൽ, രണ്ടാമത്തത് അൽ ഫേലുൽ സ്വഹീഹ്. അൽ ഫേലുൽ മുഅത്തലിന് 5 ഇനങ്ങളുണ്ട്: മിസാല്, അജ്വഫ്, നാഖിസ്, ലഫീഫ് മഫ്റൂഖ്, ലഫീഫുൽ മഖ്റൂന്. അൽ ഫേലുൽ സ്വഹീഹിനെ 3 വിഭാഗമായിട്ട് തരംതിരിച്ചിട്ടുണ്ട്: അൽ ഫേലുൽ മഹ്മൂസ്, അൽ ഫേലുൽ മുളഅഫ്, അൽ ഫേലുൽ സാലിം. ഇന്നത്തെ ക്ലാസ്സിൽ നാം ഇത്രയുമാണ് ചർച്ച ചെയ്തിട്ടുള്ളത്. പുതിയൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.